ഹായ്, ശരത്താണ്. PB സെക്ടറിലുള്ള മേജർ ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. FY26ന്റെ എം&ബിയുടെ വന്നു, ഇന്റർആർട്സിന്റെ വന്നു, അതുപോലെ തന്നെ ഇപാക്കിന്റെ വന്നു. ഇപാക്കിന്റെ ഈ വീക്കെൻഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇവരുടെ എല്ലാം നമുക്ക് ഫുൾ ഇയറിൽ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങൾ എത്രയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം. ഫുൾ അതായത് ഇവിടെ മൊത്തം കമ്പനികളും കമ്പയർ ചെയ്തതിന് ശേഷം ഏതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപാക്കിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോട് വരാനുണ്ട്. ബാക്കി എം&ബിയുടെ അതുപോലെ തന്നെ ഇന്റർആർട്സിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി വന്നു. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ് ഇപാക്കിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഉള്ളത്. സോ അത് കിട്ടിയാൽ നമുക്ക് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ഇവർ ഏതൊരു രീതിയിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാനായിട്ട് വരുള്ളൂ. അതിനുശേഷം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് കമ്പനിയാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ഏത് കമ്പനിയാണ് ഏറ്റവും മോശമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റി നമുക്ക് ആ ഒരു വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ട് ഇവർ പറഞ്ഞ മാനേജ്മെന്റ് ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മൾ Q2 റിസൾട്ടിന്റെ സമയത്താണ് ഈ ഒരു കമ്പനികളെയൊക്കെ ട്രാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് നമ്മൾ FY26ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനനുസരിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അതേപോലെ ഇവരുടെ മൊത്തത്തിലുള്ള ഇയർലി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ഒന്ന് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ ഇവരുടെ മെയിൻ റോ മെറ്റീരിയൽ ആയിട്ടുള്ള